Hi, hello, namaskaram. This is your ex-statue. And this is your Javina Pingu. Welcome back to our channel. Okay, so നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ NMR ബിരിയാണി വാങ്ങാം. ഓക്കെ, പോയി കഴിക്കാനൊക്കെ ആയിരുന്നു പ്ലാൻ. പിന്നെ വേണ്ട വെച്ച് നമ്മളപ്പോൾ വീട്ടിൽ വാങ്ങി കഴിക്കാനുള്ള പ്ലാനാണ്. പിന്നെ എപ്പോൾ നാട്ടിലോട്ട് വന്നാലും NMR ബിരിയാണി is a must. Yes, it's a must ആണ്. ചെക്ക് ലിസ്റ്റ് നമ്പർ 1 എപ്പോഴും ടോപ്പ് പരിപാടിയാണ്. പാലക്കാട് കൊടുക്കത്തെ ചൂടാണ്. ആ ഗൈസ്, പിന്നെ പറഞ്ഞ പോലെ നല്ല വെയിലുണ്ട്. ഞങ്ങൾ കാലത്തിന് ശേഷം കുലിക്ക് സർബത്ത് കുടിക്കാൻ വരാൻ പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും നമ്മുടെ മെയിൻ. എന്താണ് എനിക്കിഷ്ടം, നിനക്കിഷ്ടം കണ്ടന്റ് പോയില്ലടി. തിരിക്കണ്ടേ? നമ്മുടെ കാടാങ്കോടത്തെ റെക്കോർഡിംഗ് അല്ലേ? നമ്മുടെ കാടാങ്കോടത്തെ ഒരു കുലിക്ക് സർബത്താണ് പാലത്തിന് താഴെ. അതാണ് ഇവിടുത്തെ ഉള്ളിൽ ഒരു ഫേമസ് സ്പോട്ട്. അച്ഛൻ 2-3 ദിവസം മുമ്പ് പറയുന്നത് വേണം, ഇപ്പൊ ഒന്ന് വാങ്ങി കൊടുക്കണം. ചിലപ്പോൾ പുറത്തിറങ്ങാൻ പോകാൻ സെറ്റ് ചെയ്യണം. ഇരിക്കുന്നു നമ്മുടെ NMR. NMR ബിരിയാണി ഹൗസ് ഭയങ്കര. നമുക്ക് വേണ്ടത് പാർക്കിംഗ് ഉണ്ടോ നോക്കാം. ഹോട്ടലിൽ നേരെ ഫ്രണ്ടിലായിട്ട് ഫ്രണ്ടിലായിട്ട് പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇത് ദേശീയ ഫുഡ് ഗൈസ്. ഒരാൾ വണ്ടി കൊണ്ട് ഇടിക്കാൻ വന്നതൊക്കെ റിവേഴ്സ് അടിച്ചപ്പോൾ. ഓക്കെ, നമുക്കപ്പോൾ സാധനം കിട്ടി. ബിരിയാണി കിട്ടി. നമ്മൾ വീട്ടിലോട്ട് പോകാം. വീട്ടിൽ പോയി സമാധാനം കഴിക്കാം. ആക്ച്വലി നല്ല ക്രൗഡഡ് ആണ് കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് വരുമ്പോൾ മാക്സിമം കാർ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം പാർക്കിംഗ് അത് എത്രയേ ഉള്ളൂ. ഇതാണ് പാർക്കിങ്ങിൻ്റെ സ്പേസ്. അവിടെ കാണുന്നുണ്ടോ? അയ്യോ, ഉണ്ടോ? ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്പേസ്. അപ്പോൾ കാറിൽ വരുമ്പോൾ പാർക്കിംഗ് ഒരു ഇഷ്യൂ ആവാൻ സാധ്യതയുണ്ട്. മാക്സിമം ബൈക്കോ ഇല്ലെങ്കിൽ ഓട്ടോ ഒക്കെ എടുത്ത് തരാൻ നല്ലത്. അയ്യോ, മഴയും ഇല്ല, ചൂട് പഠിച്ചുകൊണ്ട് ബിരിയാണി. ഓക്കെ, അപ്പോൾ നമുക്ക് സാധനം കിട്ടി, ഇറങ്ങി. വിലയൊക്കെ ഇറ്റ്സ് സ്റ്റിൽ നോർമൽ. ഓക്കെ, എന്നെ കാണണ്ട ഇതിനകത്ത്. സോ നമ്മുടെ റേറ്റ് അറൗണ്ട് 170 ഐ ഗെസ്. സോ ടോട്ടലായിട്ട് ഞങ്ങൾ 2 ചിക്കൻ ബിരിയാണി, ഒരു ബിരിയാണി റൈസും ഒരു ചിക്കൻ ചില്ലി ഹാഫായിട്ട് എടുത്ത്, പിന്നെ 10 രൂപ പാർസൽ ചാർജ് ചേർത്തിട്ട് 660 റുപ്പീസ് ആയിരുന്നു. സോ അറൗണ്ട് 130 അടുത്ത്, അല്ല 130 അല്ല 170 റൈറ്റ്. 170 അടുത്താണ് ചിക്കൻ ബിരിയാണി, 130 ആണ് ബിരിയാണി റൈസ് റേറ്റ് വരുന്നത്. സ്റ്റിൽ ഇറ്റ്സ് ഗുഡ് റൈറ്റ്. ചെന്നൈയിലാണെങ്കിൽ 60 രൂപയ്ക്ക് 2 പേര് കഴിക്കേണ്ട കാശാണ്. ഇതിപ്പോൾ നമുക്ക് സുഖമായിട്ട് 4 പേര് കൊണ്ടുപോയി. കമ്പാരിസൺ ഈസ് നോട്ട് ലോജിക്കൽ. കാരണം അത് ചെന്നൈയാണ്, ഇത് പാലക്കാടാണ്. അതിൻ്റെതായ ഒരു ഇതുണ്ടാവും എന്തായാലും. ട്രാഫിക് ആണല്ലോ. പിന്നെ അതേപോലെ തന്നെ ഓപ്പോസിറ്റ് കറക്റ്റ് പിടിക്കുക. സോ അതേപോലെ തന്നെ നിങ്ങൾ പീക്ക് ടൈമിൽ പോകുമ്പോൾ എന്തായാലും നല്ല ക്രൗഡഡ് ആയിരിക്കും. സോ ഓപ്പോസിറ്റും നമുക്ക്, ഐ മീൻ ഹോട്ടലിൽ നേരെ ഓപ്പോസിറ്റ് നമുക്ക് അതിൻ്റെ സീറ്റിംഗ് ഏരിയസ് ഉണ്ട്. സോ അവിടെയും കൂടി നോക്കിയിട്ട്, അല്ല അവിടെയും കൂടി നിങ്ങൾ നോക്കാൻ മറക്കരുത്. ഓക്കെ, ചിലർക്ക് അവിടെ സീറ്റിംഗ് നോക്കാൻ അറിഞ്ഞൂന്ന് വരില്ല, പുതിയതായിട്ട് വരുന്നവർക്ക്. സോ അതുകൊണ്ടൊന്ന് പറഞ്ഞു വന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ വേറെ എന്തും കൂടി ഉണ്ടായിരുന്നല്ലോ ഇവിടെ. പിന്നെ ഇവർ ബിരിയാണിയിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ ലിസ്റ്റ് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ദാറ്റ് വാസ് എ ഗുഡ് വൺ. പിന്നെ നമുക്ക് അറിയാമല്ലോ നമ്മൾ എന്താ കഴിക്കുന്നത്, നമുക്ക് അറ്റ്ലീസ്റ്റ് അറിയാനുള്ള ഒരു ഇതുണ്ട്. പൊതുവെ എല്ലാ ഹോട്ടൽസൊന്നും വെക്കില്ല, റെസ്റ്റോറൻറ്റ്സിനും ഹോട്ടൽസൊന്നും അവരെന്താ ഉപയോഗിക്കുന്നത്, എന്താ ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നത്. ഒരു നല്ലൊരു കാര്യമാണ്. നല്ല
വല്ല നടക്കുവോ? കൊട്ടാൻ പോണോ? ആ കൊട്ടി കൊട്ടി കൊട്ടി. ഓ മമ്മി ടെക്നിക്സ്. ചെന്തല് വാ. എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മ ടെക്നിക്കിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് വാന്നൊക്കെ. ഓക്കെ, നമ്മളെല്ലാം സെറ്റായിക്ക്. ആക്ച്വലി ബിരിയാണീൻ്റെ സ്പെഷ്യാലിറ്റി എന്താ, മെയിൻ സ്പെഷ്യാലിറ്റി എന്താ, നമ്മുടെ ഈ കായ്ച്ചാറാണ് കേട്ടോ. ഇത് പൊതുവേ നിങ്ങൾ ഒരു ബിരിയാണീൻ്റെ ഒപ്പവും ഇങ്ങനത്തെ ഒരു സാധനം കാണാൻ ചാൻസേ ഇല്ല. ഇതെന്തായാലും ഉരുളക്കിഴങ്ങാ, കുമ്പളങ്ങ, മുരിങ്ങക്കോലൊക്കെ കിട്ടിട്ട് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ഇതിനെ കായ്ച്ചാറെന്ന് പറയും. കായ്ച്ചാർ പക്ഷെ നല്ല രസം, നല്ല ടേസ്റ്റാണ്. കഴിച്ചല്ല അറ്റാക്ക്. ഓ ഞാൻ അടുത്തരാം. ചിക്കൻ ചില്ലി തരാം. ചിക്കൻ ചില്ലി കുറച്ച് രസമുണ്ട്. സാലഡ് കഴിച്ചാറെടുത്തില്ല. എനിക്കാണ് കളവാ. ഞാൻ കഴിച്ചോട്ടെ. ഇത് തരുമോ? തന്നോ? ഞാൻ വെയിറ്റ് ചെയ്യണോ? ശരി, വെയിറ്റ് ചെയ്യാം. നമ്മൾ തരാമെന്നൊക്കെ. തരൂ. കൊണ്ടാ അപ്പം അത്രയേ ഉള്ളൂ. ഈ വ്ളോഗ് ഇവിടുത്തെ നിർത്തുകയാണ്. ഓക്കെ, ബൈ. ഇത് പറയാനില്ല, ബൈ. ബൈ. ഓ കഴിക്കാനാണ് തിരക്കാണ്. അപ്പം ശരിയും ബൈ.